അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഭാഗം, വാർഷിക പരീക്ഷയ്ക്ക് വരുന്ന 11 മുതൽ 20 വരെയുള്ള പാഠത്തിലെ 11ഉം 15ഉം പാഠങ്ങൾ, 11 മുതൽ 15 വരെയുള്ള പാഠങ്ങൾ പരിശോധിക്കാം. അതിലെ എല്ലാ ചോദ്യോത്തരങ്ങളും. അപ്പോൾ നമ്മൾ ആ പാഠം ഒന്ന് ചോദ്യോത്തര രൂപത്തിലേക്ക് ആക്കുകയാണ്. 11ാമത്തെ പാഠം ഏതായിരുന്നു? സവാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വിവാഹത്തെ പറ്റിയാണ്. സവാജ്, നിക്കാഹ്, സവാജ് എന്നൊക്കെ പറഞ്ഞ വിവാഹം എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ട് ഖദീജ ബീവിയുടെ ആദ്യ ഭർത്താവ് ഉത്തയ്യഖാണ്, മൂന്ന് ഖദീജ ബീവിയുടെ രണ്ടാം ഭർത്താവ് അബൂ ഹാല, നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ എത്രാമത്തെ ഭർത്താവാണ്? മൂന്നാമത്തെ ഭർത്താവ്. അഞ്ച് മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരി, മക്കയിലെ വലിയ കച്ചവടക്കാരി ഖദീജ റളിയല്ലാഹു അൻഹ. ആറ് ആദ്യ രണ്ട് വിവാഹത്തിൽ ഖദീജ ബീവിക്ക് എത്ര മക്കളുണ്ട്? 5 മക്കൾ. ഏഴ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആളുകളെ കൂലിക്ക് വിളിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടത്തിൽ സഹായിക്കാൻ. എട്ട് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായത്തിന് വിളിച്ചു, എന്തിന്? കച്ചവട ചരക്കുകളുമായി സിറിയയിലേക്ക് പോകാൻ. 9 അന്ന് നബി തങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 25 വയസ്സ്. 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറിയയിലേക്ക് പോയത് ആരുടെ കൂടെയാണ്? ഖദീജ ബീവിയുടെ വേലക്കാരൻ മൈസറയുടെ കൂടെ. ഇനി 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുകളിൽ എന്താണ് തണൽ വിരിച്ചത്? മേഘം. 12 ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്, ഇത് ആരാണ് പറഞ്ഞത്? നസ്തൂറ എന്ന പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ. ഇനി 13 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ. 14 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം ആരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് നടന്നത്? കുടുംബ നേതാക്കളുടെ സാന്നിധ്യത്തിൽ. 15 വിവാഹവേളയിൽ നബിയുടെയും ഖദീജ ബീവിയുടെയും വയസ്സ്. നബി തങ്ങൾക്ക് 25, ഖദീജ ബീവിക്ക് 40. 16 സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖദീജ ബീവി. 17 ഖദീജ ബീവിയുടെ പിതാവ് ഹുവൈലിദ്. 18 വിവാഹം എന്നതിൻ്റെ അറബി നിക്കാഹ് സവാജ്. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ സവാജുൻ നബി എന്നല്ല. അപ്പോൾ സവാജ് എന്ന് വെച്ചാൽ വിവാഹം എന്നാണ്, നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹം. ഇനി 19 അഫ്ളലു നിസായി അഹ്ലിൽ ജന്നത്തി ഡാഷ് ബിന്തു ഖുവൈലിദ്. അതങ്ങനെ പൂരിപ്പിക്കുക? ഖദീജ ബിന്തു ഖുവൈലിദ്. അഫ്ളലു നിസായി അഹ്ലിൽ ജന്നത്തി ഖദീജ ബിന്തു ഖുവൈലിദ്. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ആര്? ഖദീജ ബീവി. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടോ? അവിടെ നിന്ന് സ്വർഗത്തിലെ സ്ത്രീകൾ ഏറ്റവും ശ്രേഷ്ഠർ ഖദീജ ബീവി. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ്. 16ാമത്തെ ചോദ്യം ഈ 19ാമത്തെ ചോദ്യത്തിൻ്റെ അർത്ഥമാണ്. അപ്പോൾ നല്ലപോലെ പഠിച്ചു. ഏകദേശം എല്ലാ ചോദ്യങ്ങളും എന്തുണ്ട്? ഒരു 19 ചോദ്യത്തോടു കൂടി ആ പാഠം എന്തായിട്ടുണ്ട്? ഫുള്ളായിട്ടുണ്ട്. ഇനി ഈ ചോദ്യം തന്നെ ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരാം, അല്ല പല രീതിയിലും വരാം, ചേരുംപടിയായിട്ട് വരാം, അങ്ങനെ പല രീതിയിലും വരും, അത് മനസ്സിലാക്കാം. ഇനി കലാമുൽ ലബിയ എന്നല്ല 12ാമത്തെ പാഠം. പെൺമാൻ എന്നതിൻ്റെ അറബി എന്താ? കലാമുൽ ലബിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻപേടയുടെ സംസാരം എന്നാണ്. മാൻപേട എന്ന് വെച്ചാൽ പെൺമാൻ. അപ്പോൾ ആ ലബിയത്ത് നിന്നാണ്. മാൻകുട്ടിയുടെ അറബി എന്താ? ഖുഷ്ഫ് എന്നാണ്. ഇനി 2 മാൻകുട്ടിയാണ് ഖുഷ്ഫാലി എന്ന് പറയും. കൂടാരം എന്നതിൻ്റെ അറബിയാണ് ഖിബാഗ്. അല്പസമയം എന്നതിൻ്റെ അറബി ബുർഹത്ത്. 2 പേന എന്നതിൻ്റെ അറബി കലമാൻ. കലം ഒരു പേന, 2 പേന കലമാൻ. ഇത് ആൺകുട്ടിയാണ്. ഇതൊരു ആൺകുട്ടിയാണെന്ന് എങ്ങനെ പറയാം? അറബി ഹാദാ വലതുൻ, ഇതൊരു ആൺകുട്ടിയാണ്. ഇതൊരു പെൺകുട്ടിയാണെന്ന് ഹാദിഹി ബിൻതുൻ, ഇതൊരു പെൺകുട്ടിയാണ്. ഉസ്താദ് വന്നു എന്ന് വെച്ചാൽ എന്താ അറബി? ജാ അൽ ഉസ്താദു. ഇനി ജാ അൽ ഉസ്താദു. ഇനി അധ്യാപകൻ പറയുന്നത് ജാ അൽ മുഅല്ലിമു എന്നും പറയാം. അധ്യാപിക ആണെങ്കിൽ ജാ അൽ മുഅല്ലിമത്തു എന്ന് പറയാം. ഇനി ഇത് വിൽക്കുമോ എന്നതിൻ്റെ അറബി എന്താ? ഹൽ തബിയു ഹാദിഹി, ഇത് നീ വിൽക്കുമോ? നബി ചോദിച്ചതല്ലേ. ഇനി അടുത്ത ചോദ്യം, പെൺമാൻ നബി തങ്ങളോട് പറഞ്ഞത് എന്ത്? 10ാമത്തെ ചോദ്യം. പെൺമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് പറഞ്ഞത്? ആ മാൻ പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലെ, അഹ്റാബി എന്നെ വേട്ടയാടി പിടിച്ചു, എനിക്ക് മരുഭൂമിയിൽ 2 മാൻകുട്ടികളുണ്ട്, എൻ്റെ അകിടിൽ പാല് നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 11 നിന്നെ വിട്ടയച്ചാൽ നീ മടങ്ങി വരുമോ? ആരോട് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാൻപേടയോട് ചോദിച്ചു. 12 മാൻപേട പറഞ്ഞ മറുപടി എന്താ? ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ എന്നെ അള്ളാഹു ശിക്ഷിക്കും. 13 നീ ഇതിനെ എനിക്ക് വിൽക്കുമോ? ആരോട് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്റാബിയോട് ചോദിച്ചു. 14 ഇത് അങ്ങേക്കുള്ളതാണ്. ആരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഹ്റാബി പറഞ്ഞു. അല്ലേ, നീ എനിക്കിതിനെ വിൽക്കുമോ എന്ന് നബി ചോദിച്ചപ്പോൾ അഹ്റാബി പറഞ്ഞില്ലേ, നബിയെ ഇത് ഞാൻ അങ്ങേക്ക് തന്നു, ഇത് അങ്ങേക്കുള്ളതാണ്. ആരോട് പറഞ്ഞു എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഹ്റാബിയാണ് പറഞ്ഞത്.
15 മാൻപേടയുടെ ഈ സംഭവം ആരാണ് പറഞ്ഞത്? സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രമാണ്. ഇനി 16 അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ പെൺമാനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കാട്ടിലേക്ക് തന്നെ വിട്ടയച്ചു. ഇത് 2ാം ക്ലാസ്സിലൊരു കഥ പോലെ ഉണ്ട് അല്ലേ, നമ്മളെ ദുറൂസിൽ. 3ാം ക്ലാസ്സിൽ ഇപ്പോൾ അറബിയായിട്ടാണ്, അറബിയിലുള്ള പാഠമാണ്. ഇനി 17 കുന്തു ഡാഷിൻ നബി ഡാഷ് ബാലിസിക്കൽ മദീന. കുന്തു ഞാനായിരുന്നു, അവിടെ വിട്ടുപോയത് എന്താ? മഅൻ നബി നബിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ? ഫീ ബാലി സിക്കക്കിൽ മദീനയിലെ ഒരു വഴിയിലായിരുന്നു. അപ്പോൾ ഫീ ബാലി സിക്കക്കിൽ മദീനയിലെ ഒരു വഴിയിലാണ്. സിക്കക്ക് എന്ന് വെച്ചാൽ വഴി എന്നല്ലേ, സിക്കക്ക് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് നല്ലോണം എന്ത് ചെയ്യണം? ആ അറബി പാഠം നല്ലപോലെ വായിച്ച് നോക്കിയാലാണ് ഇതൊക്കെ എഴുതാൻ കിട്ടുള്ളൂ. അപ്പം മായം വിട്ടുപോയി, ഫീയും വിട്ടുപോയി. മാജ കൂടെ, ഫീ എന്ന് വെച്ചാൽ ഇൽ എന്നർത്ഥത്തിൽ. 18 ഫമറർന ഡാഷ് ഹിബായി അറാബിയൻ. ഫമറർന ബി ഹിബായി അറാബിയൻ. ഫമറർന ഞങ്ങൾ നടന്നു, ബി ഹിബായി അറാബിയുടെ കൂടാരത്തിന് അരികിലൂടെ. അപ്പോൾ ബി വിട്ടുപോയതാ, ബി കൂടെ, ബി അരികിലൂടെ എന്നൊക്കെ അർത്ഥം, കൊണ്ടെന്നൊക്കെ അർത്ഥം വരും. ഇനി വറജഅത്ത് ഡാഷ് ബുർഹത്തിൻ, അങ്ങനെ അവൾ മടങ്ങി. ഡാഷ് ബുർഹത്തിൻ ബാദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം. അപ്പോൾ അവിടെ ബാദക്ക് ശേഷം എന്നർത്ഥം വന്നു. ഇനി ഇൻ ഡാഷ് തർജീന ഇൻ തറക്തുക്കി തർജീന. ഞാൻ നിന്നെ ഒഴിവാക്കിയാൽ നീ മടങ്ങി വരുമോ? അവിടെ തറക്തുക്കിന്നാണ്. 21 ആ ഡാഷ് ഹാദിഹിലി ആ തബിയു ഹാദിഹീലിന. അവിടെ വിട്ടെന്താ? ഇതിനെ നീ എനിക്ക് വിൽക്കുമോ? അപ്പോൾ തബിയു ഹാദിഹീലി, ഇതിനെ നീ എനിക്ക് വിൽക്കുമോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ട പാഠം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അർത്ഥങ്ങളെല്ലാം അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നാറുൻ ഹാമിയ, പാഠം 13 നാറുൻ ഹാമിയ എന്ന പാഠമാണ്. നടക്കാനിറങ്ങിയത് ആരൊക്കെയാണ്? അല്ലേ, കഠിന ചൂടുള്ള നരകമെന്നാണ് നാറുൻ ഹാമിയ, നരകത്തെപ്പറ്റി. നടക്കാനിറങ്ങിയത് ആരൊക്കെയാണ്? റബീബിനും ഹുസൈമും സുഹൃത്തുക്കളും. അവരെവിടെയാണ് ചെന്നത്? ഇരുമ്പ് പണിക്കാരൻ്റെ അരികിലാണ് ചെന്നത്. 3 റബീർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണ് എപ്പോഴാണ്? ഇരുമ്പ് പണിക്കാരൻ്റെ അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങിയപ്പോൾ. 4 റബീർ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെടാൻ കാരണം ഇത് കണ്ടപ്പോൾ നരകത്തെ ഓർത്തത് കൊണ്ട്. ഏത് കണ്ടപ്പോഴാ? ഇരുമ്പ് പണിക്കാരൻ്റെ അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങിയത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അതേ നരകത്തെ ഓർത്തത് കൊണ്ടുവന്നു. ശിക്ഷയുടെ വീടാണ് എന്ത്? നരകം. നരക തീയുടെ ശക്തി എത്ര? ദുനിയാവിലെ തീയുടെ 70 ഇരട്ടി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, സൽക്കർമ്മം ചെയ്യണം, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കണം. വിശ്വസിക്കണം, സൽക്കർമ്മം ചെയ്യണം, പിന്നെ തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കണം. വിശ്വസിക്കണം, സൽക്കർമ്മം ചെയ്യണമെന്ന് മാത്രം എഴുതിയ പിന്നെ എന്താ? തെറ്റായ കാര്യങ്ങളും കൂടി ഒഴിവാക്കുകയും വേണം അല്ലേ? അതും കൂടി. അപ്പോൾ 3 എഴുതാം. 8 4 നരകങ്ങളുടെ പേര്: വൈല്, സഖർ, ജഹന്നം, സഈർ. മൊത്തം 8 നരകമുണ്ട്. അപ്പോൾ 4 നരകത്തിൻ്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നരകത്തിലെ കുടിവെള്ളം ഏതാ? ചുട്ടു തിളക്കുന്ന വെള്ളം, ഹമീം എന്ന് പറയും അതിൻ്റെ അറബി. നരകത്തിലെ ആഹാരം ഏതാ? വിഷച്ചെടിയുടെ മുള്ള്, അതിനെ സക്കൂം എന്ന് പറയും. വിഷച്ചെടിയുടെ മുള്ളെന്നാണ് അതിൻ്റെ മലയാളം. ശിക്ഷ എന്നതിൻ്റെ അറബി എന്താ? അദാബ്. നരകം എന്നതിൻ്റെ അറബിയാണ് നാറുൻ. 13 സൽക്കർമ്മങ്ങൾ എന്നതിൻ്റെ അറബിയാണ് അൽ അമാലു സ്വാലിഹ. ഇനി അതുമല്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ദുഷ്കർമ്മങ്ങളുടെ അറബി എന്താണെന്ന് ചോദ്യം, അതാ പാഠം എടുത്ത് നോക്കാം അടുത്ത പേജിൽ. ഇനി 14 നരകത്തിലെ ഭക്ഷണം ഡാഷിന് ശമനം ഉണ്ടാക്കുകയില്ല, എന്നാൽ വിശപ്പിന് ശമനം ഉണ്ടാക്കില്ല. 15 അന്ത്യനാളിൽ ഡാഷ് കാരണം ചിലർ ക്ഷീണിക്കും, ശിക്ഷ കാരണം. 16 നരകത്തിൽ ഡാഷ് മാത്രമേ ഉള്ളൂ, ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇനി കഷ്ടപ്പാടുകൾ രണ്ടോടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നരകത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ, ഇനി നരകത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. 2 ഇതായിട്ട് ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ടും ഏത് എഴുതിയാലും ശരിയാണ്. 17 ആരാണ്? റബീബിന് ഹുസൈം, താബികളിൽപ്പെട്ട ഒരു മഹാനാണ്. ഇനി 18 ലൈസലഹും ഡാഷ് ഇല്ലാ മിൻ ലരീഅ, ലൈസലഹും തആമുൻ. താം എന്ന് വെച്ചാൽ എന്താ? അവർക്കില്ല, ഭക്ഷണമില്ല. ഇല്ലാ മിൻ ലരീ, ലരിയിൽ നിന്നല്ലാതെ. ലരി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? അവരുടെ വിഷച്ചെടിയുടെ മുള്ളല്ലാതെ. ലൈസലഹും തആമുൻ ഇല്ലാ മിൻ ലരീഅ എന്നാണ്. അപ്പോൾ അവിടെ വിട്ടുപോയത് പൂരിപ്പിക്കാനും വരും, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എഴുതാനും വരും. ലൈസലഹും തആമുൻ, വിഷച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല എന്നതിൻ്റെ അർത്ഥം. ഇനി പാഠം 14 അൽ മുഅ്മിനൂന ഇഖ്വ,
ഒന്ന്, സ്വഹാബികൾ അക്രമികളുമായി പോരടിച്ച് എവിടെ വെച്ച്? അപ്പോൾ മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്നാണ്, സത്യവിശ്വാസികൾ സഹോദരന്മാരാണെന്നുള്ള പാഠം. സ്വഹാബികൾ അക്രമികളുമായി പോരടിച്ച് എവിടെ വെച്ചാൽ? യർമൂക്ക് യുദ്ധഭൂമിയിൽ വെച്ചാണ്. മുറിവേറ്റ് രണഭൂമിയിൽ വീണവർ എന്താവശ്യപ്പെട്ടത്? ദാഹജലം ആവശ്യപ്പെട്ടു. 13 അവർക്ക് വെള്ളപ്പാത്രവുമായി ചെന്നത് ആരാ? ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ആദ്യം ചെയ്യുന്നത് ആരുടെ അടുത്താണ്? ഹാരിസ് റളിയല്ലാഹുവിൻ്റെ അടുത്ത്. അപ്പോൾ അതിലേക്ക് നോക്കിയത് ആരാ? ഇക്രിമ റളിയല്ലാഹു അൻഹു. 6 അപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? വെള്ളം ഇക്രിമക്ക് കൊടുക്കുക. 7 ഇക്രിമ എന്താണ് പറഞ്ഞത്? വെള്ളം അയ്യാശ് റളിയല്ലാഹു അൻഹു കൊടുക്കാൻ. 8 മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് മുൻഗണന നൽകി ദാഹജലം കുടിക്കാതെ ഷഹീദായി. ആരൊക്കെ? ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു. അല്ല, അയ്യാശ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് അദ്ദേഹം മരിച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ ഈ രണ്ടുപേരെ ഇത്. 9 സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ഏതൊക്കെ വിഷയത്തിലാണ്? സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും. 10 ശരീരത്തിലെ ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങൾ എന്തു ചെയ്യും? പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരും. 11 പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് ആര്? വിശ്വാസികൾ. 12 ഒരാളും സത്യവിശ്വാസിയാകില്ല. ഏതുവരെ? തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ. 13 അത് സത്യവിശ്വാസിക്ക് ചേർന്നല്ല. ഏത്? സ്വാർത്ഥത. സ്വാർത്ഥത എന്താണെന്നറിയില്ലേ? സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുക. സ്വാർത്ഥ. അള്ളാഹു പ്രശംസിച്ചു. ആരെയാണ് അള്ളാഹ് പ്രശംസിച്ചത്? സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹ് പ്രശംസിച്ചിട്ടുണ്ട്, അല്ലേ? സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവർ. എന്താണ് സ്വാർത്ഥത? ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. സ്വാർത്ഥത എന്നാൽ എന്ത്? സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം കാട്ടൽ, അതിനാ സ്വാർത്ഥത എന്ന് പറയും. സത്യവിശ്വാസികൾ ഡാഷ് പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്, അല്ലെങ്കിൽ ഒരു ശരീരം പോലെ. രണ്ടും പറയാം, രണ്ടും അവിടെ വന്നിട്ടുണ്ട്. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയെന്നും പറയാം, സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയെന്നും പറയാം. രണ്ട് ഹദീസായിട്ട് വന്നേക്കണം. ഇനി അൽ മുഅ്മിനു ലിൽ മുഅ്മിനി ഡാഷ് കൽ ബുൻയാൻ, അല്ലേ? ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണെന്നല്ലേ. ഇനി ജോർദാനിലൊരു സ്ഥലമാണ് യർമൂക്ക്, അവിടെ വെച്ചല്ലേ യുദ്ധം ഉണ്ടായത്. ഇനി 19 പരസ്പര സ്നേഹത്തിൻ്റെ അറബി തവാദ്, പരസ്പര കാരുണ്യത്തിൻ്റെ അറബി തറാഹും. 21 പരസ്പര ദയാന്ന് വെച്ചാൽ തആത്തുഫ്. 22 ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി ഡാഷ് മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു നോക്കാം. അതിവിടെ ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട്, അല്ലേ? കണ്ട, തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ 12ാമത്തെ ചോദ്യം വന്നില്ലേ? അപ്പോൾ അത് ഏതിൻ്റെ അർത്ഥമാണത്? 22ാമത്തെ ചോദ്യം, ആ ഹദീസിൻ്റെ അർത്ഥമാണത്. ഇനി പാഠം 15 പുരാതന ഭവനം അൽ ബൈത്തുൽ അത്തീഖ്, കാബയെ പറ്റി. തവാഫ് എന്ന് വെച്ചാൽ എന്താ? കാബയെ ചുറ്റലിനെ പറ്റിയ തവാഫ് എന്ന് പറയാം. എന്താണ് സായി? സായി എന്ന് വെച്ചാൽ സഫാ മർവ മലകൾക്കിടയിലുള്ള നടത്തമാണ്. മത്താഫ് എന്ന് വെച്ചാൽ കാബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലം. 4 ഹിജ്ർ ഇസ്മായിൽ ഏതാ? കാബയിൽ പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ സ്ഥലമാണ്. കാബയിൽ പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ സ്ഥലമാണ് ഹിജ്ർ ഇസ്മായിൽ. 5 ഹജറുൽ അസ്വദ്, സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എവിടെ സ്ഥിതി ചെയ്യുന്നു? കാബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന? കാബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ. പുളകമണിയിച്ചു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വളരെയധികം സന്തോഷിച്ചു. വളരെയധികം സന്തോഷിച്ചു എന്നാണ് പുളകമണിയിച്ചൊരു അർത്ഥം. ആദ്യം കാബ നിർമ്മിച്ചത് ആരാ? മലക്കുകളാണ്. കാബ പുനർനിർമ്മിച്ച പ്രധാനിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. 10 ഖുറൈശികൾ കാബ പുനർനിർമ്മിച്ചു. നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 35 വയസ്സുള്ളപ്പോൾ. 11 അറബികൾ കാബ പുനർനിർമ്മിക്കാൻ കാരണം മലവെള്ളപ്പാച്ചിൽ കാരണം കാബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ. 12 എങ്ങനെയായിരുന്നു നിർമ്മാണം? ആളുകൾക്ക് ജോലികൾ വീതിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. 13 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വിഭാഗത്തിലായിരുന്നു? കല്ല് ചുമക്കുന്ന വിഭാഗത്തിൽ. 14 ഖുറൈശികൾ എന്താണ് തീരുമാനിച്ചത്? നിർമ്മാണത്തിന് വിശുദ്ധ പണം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന്. 15 വിശുദ്ധ പണം തികഞ്ഞില്ല. എന്തിന്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ. 16 അപ്പോൾ അവർ എന്താ ചെയ്തത്? അല്പഭാഗം പുറത്താക്കി ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി തീർത്തു എന്ന്. 17 കാബയിൽപ്പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ വളച്ചുകെട്ടിയ ഈ ഭാഗത്തിൻ്റെ പേരെന്താ? ഹിജ്ർ ഇസ്മായിൽ. 18 ഹിജ്ർ ഇസ്മായിൽ മുഴുവനും കാബയിൽപ്പെട്ടതാണോ? അതിൻ്റെ സിംഹഭാഗവും കാബയിൽപ്പെട്ട. സിംഹഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഭാഗവും എന്താണ്? കാബയിൽപ്പെട്ടതാണ്. 19 ഹിജ്ർ ഇസ്മായിൽ വളച്ചു കെട്ടിയത് എന്തിനു വേണ്ടിയാണ്? അത് കാബയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി.
20 ഹിജ്ർ ഇസ്മായിൽ വെച്ചുള്ള നിസ്കാരം, അതിൻ്റെ പ്രതിഫലം എങ്ങനെ? അത് കാബയിൽ വെച്ചുള്ള നിസ്കാരം പോലെയാണ്. 21 കാബ പുനർനിർമ്മാണ സമയത്തുണ്ടായ തർക്കം, ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആരാണ് വെക്കേണ്ടത് എന്ന കാര്യത്തിൽ. 22 വഴക്ക് എവിടെ വരെ എത്തി? യുദ്ധത്തിൻ്റെ വക്കോളം വരെ എത്തി. 21 തർക്കം തീർക്കാൻ അബൂമയ്യ നിർദ്ദേശിച്ച പരിഹാരം, ബനു ഷൈബ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബനു ഷൈബ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം. ആരാണ് ആ വാതിലൂടെ ആദ്യം കടന്നു വന്നത്? അൽ അമീൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. 25 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എങ്ങനെയായിരുന്നു? നബി എങ്ങനെയായിരുന്നു? അവർക്ക് വിശ്വസ്തനായിരുന്നു, അവരുടെ കണ്ണിലുണ്ണിയുമായിരുന്നു, വില പിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ നബിയെ ഏൽപ്പിച്ചിരുന്നു. 26 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തർക്കം പരിഹരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തട്ടം നിലത്ത് വിരിച്ച് ഹജറുൽ അസ്വദ് അതിലെടുത്തു വെച്ച് എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിൻ്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി അത് ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. അൽ അമീൻ മധ്യസ്ഥനായിരുന്നു. അൽ അമീൻ ദാഷ് മധ്യസ്ഥൻ, യുക്തിമാനായ മധ്യസ്ഥനായ. അതിൻ്റെ അറബിയാണ് 28 വന്നേക്കണം. കാനൽ അമീനു ഡാഷ് ഹക്കീമ, ഹക്കമൻ ഹക്കീമ. അതിൻ്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞത്. അൽ അമീൻ യുക്തിമാനായ മധ്യസ്ഥനായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് 11 മുതൽ 15 വരെയുള്ള പാഠങ്ങളാണ്. അതിലെ മുഴുവൻ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി വരാത്ത ചില ഹദീസുകളിലെ അതിലൊരു 3 ഹദീസ് ഉണ്ടായില്ലേ മറ്റേ ഏത് പാഠത്തിലാണ്? അത് നിങ്ങൾ പഠിച്ചു വെക്കാം. 14-ാമത്തെ പാഠത്തിൽ അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന പാഠത്തിൽ ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖിഹി മാ യുഹിബ്ബു ലി നഫ്സിഹി അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ളാ. പിന്നെ മസലുൽ മുഅ്മിനീന അല്ലദീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം കൽ ജസദിൽ വാഹിദി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ 3 ഹദീസ് അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇനി 16 to 20 നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.